ഹായ് സുഹൃത്തുക്കളെ, പുതിയ വർഷത്തിൽ നിയമമേഖലയിലെ പുതിയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് PSC എത്തിയിരിക്കുകയാണ്. ലീഗൽ അസിസ്റ്റന്റ് ഇൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നിയമ ഉദ്യോഗാർത്ഥികൾ കുറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ്. കുറച്ച് നാളായി ഇതിന്റെ പരീക്ഷ നടന്നിട്ട്. കാറ്റഗറി നമ്പർ 726/2024 എന്നുള്ളതാണ്. കാറ്റഗറി നമ്പർ 726/2024 എന്നുള്ളതാണ്. ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ് തസ്തികയുടെ പേര്. ഓക്കെ, അപ്പോൾ എവിടേക്കാണ്? നിയമവകുപ്പ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ നിയമ വകുപ്പിലേക്കാണ് ഈ നിയമനം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാലറി സ്കെയിൽ ശ്രദ്ധിക്കുക. ഏറ്റവും മികച്ച ഒരു സാലറി സ്കെയിൽ 41,300 മുതൽ 87,000 വരെയുള്ള മികച്ച ഒരു സാലറി സ്കെയിലാണ് ഈ ഒരു തസ്തികയ്ക്കുള്ളത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എങ്കിലും പരീക്ഷയൊക്കെ നടന്ന് നെക്സ്റ്റ് ഇയറിലായിരിക്കും, 2025 തന്നെ ഈ പരീക്ഷ നടക്കും. കാരണം ഇത് 2024 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അവസാനമായിരിക്കും ഒരു പക്ഷേ പരീക്ഷ നടക്കാം. എന്താണെങ്കിലും പഠിക്കാനായിട്ട് ഒരു 7-8 മാസം നമുക്ക് കിട്ടും. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതേ ബാച്ചിൽ അതേ ഇന്റൻസീവ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ഒന്നേന്ന് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ കോഴ്സിൽ I+ന്റെ കോഴ്സിൽ വളരെ ചെറിയ ഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. വീഡിയോടൊപ്പമുള്ള ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്മുടെ കോഴ്സിന്റെ വിശദാംശങ്ങളുണ്ട്. അതുപോലെ തന്നെ അത്തരം എന്തൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കാനായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും മറ്റുമൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സാലറി സ്കെയിൽ പറഞ്ഞു. അതിനുശേഷം 4% ഒഴിവുകൾ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ശ്രദ്ധിക്കുക, എത്രയാണ്? 37 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതായത് 2/1/1987 ജനുവരി 2 ആ തീയതി ഉൾപ്പെടെ അതിനുശേഷം ജനിച്ച ആളുകൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് ജനറൽ കാറ്റഗറിയാണ്. റിസർവേഷൻ വിഭാഗങ്ങൾക്ക് യൂഷ്വലി കിട്ടുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി യോഗ്യതകൾ ശ്രദ്ധിക്കുക. 2 യോഗ്യതകളാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള നിയമബിരുദം, ലോയിലുള്ള ഡിഗ്രിയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ. അതിന് പുറമെ എന്തും വേണം? അഭിഭാഷകനായിട്ട് എൻറോൾ ചെയ്തിരിക്കണം. അപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അഭിഭാഷകനെ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ലോയിൽ ഡിഗ്രിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, LLBയും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ 2 ക്വാളിഫിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നവർക്ക്, നിലവിൽ ഈ 2 ക്വാളിഫിക്കേഷനും ഉള്ള ആളുകൾക്ക് ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് ആക്റ്റീവ് ആവുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് നേരത്തെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ജനുവരി 29 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ശ്രദ്ധിക്കുക. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യരുത്. നേരത്തെ തന്നെ യോഗ്യത ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം വലിയ കോമ്പറ്റീഷൻ ഉണ്ട്, ഒരുപാട് പേര് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചിട്ടയോടുകൂടി പഠിക്കുന്നവരാണ് റാങ്ക് ലിസ്റ്റിൽ എത്തുക. നമ്മൾ കുറച്ച് നാൾ പഠിച്ചു, പിന്നെ ഒരു മാസം കഴിഞ്ഞ് അതിന്റെ ബാക്കി പഠിച്ചു, പിന്നെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജയിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. 1-2 ദിവസം ഒന്ന് മുടങ്ങിയാൽ പോലും തിരികെ ട്രാക്കിലേക്ക് ഉടനെ തന്നെ തിരിച്ചു വരാൻ പറ്റണം. അതുപോലെ തന്നെ റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ റിവിഷന്, ക്വസ്റ്റ്യൻസ്, ക്ലാസ്സുകൾ, അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയിൽ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് നേടാൻ സാധിക്കുള്ളൂ, ജോലി കിട്ടുകയുള്ളൂ. I+ ഇതേ സ്ട്രാറ്റജിയാണ് നമ്മുടെ കോഴ്സിൽ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ കോച്ചിങ്ങിന്റെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും I+നെ കോൺടാക്ട് ചെയ്യുക. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട, പഠിച്ചു തുടങ്ങുക. സർക്കാരിൽ ഏറ്റവും മികച്ച ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.